ഇതുവരെ കാലിലാണ് അഭ്യാസമെങ്കിൽ ഇനി വയറിലാണ് അഭ്യാസം. ഗോൾഡൻ ഉപ്മാവ. എല്ലാ ടെക്നിക്കും അറിയണം. അവനിക്കും ഗോൾഡൻ എന്നാ സുമ്മാവാ, അതോ സേമിയ ഉപ്മാവാ, അതോ റവ ഉപ്മാവാ, ബിരിയാണി. ബിരിയാണി. പിടിക്കണ വീടി വെട്ടണേ. ഒറ്റയ്ക്ക് വലിക്കുന്ന അക്ഷയ് ഒറ്റയ്ക്കും വീഡിയോ ഒറ്റയ്ക്ക് വലിച്ചു കൊടുക്കണ്ട. ആ ചൂടെടുക്ക് മോട്ടർ ഞങ്ങൾ വലിച്ചു കഴിഞ്ഞു. വേറെ ഒന്നും എടുക്കേ, വേറെ നോക്കോ. ചൂല് അദ്ദേഹം പിടിക്കണം. അദ്ദേഹം ചൂല് പിടിക്കുന്ന വീഡിയോ പറഞ്ഞു. എല്ലാം കൂടി ഇതാണ് ഗോൾഡിന്റെ അടിച്ചു വാരല്. സ്വർണ്ണം പോലെ ആക്കൂല. ഡൽഹിയിൽ AAP തൂത്തുവാരിയ പോലെ കിണർ ഗോൾഡൻ തൂത്തുവാരി. പകരട്ടെ കളിക്കരി കയറി മുക്കല് കഴിഞ്ഞ ഇവിടെ സ്റ്റോപ്പിൽ ലിമിറ്റഡ് സ്റ്റോപ്പ്. അവിടെ ഒഴിച്ചു കഴിയുമ്പോ മീനുണ്ടോ നോക്കട്ടെ. മീൻ നോക്കാം. ഒരു മത്തി ഇതിൽ പോകുന്നുണ്ട്. കിട്ടിയാ ഇതൊക്കെ മോട്ടറിൽ അടിക്കണം. ഇപ്പൊ അവര് വലിക്കണം. അതെ, മോട്ടർ എടുത്തില്ല, വണ്ടി വെച്ചിരിക്കുക. അതെ, അപ്പൊ ഇതിന് മോട്ടർ കയറ്റിട്ടുണ്ടല്ലേ. ചേച്ചി 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 നമ്മൾ ശരിക്കും പറയാൻ മോട്ടറിൽ അടിച്ച് കയറ്റണം. അപ്പൊ ഈ ചളി വെള്ളം നിങ്ങളുടെ മോട്ടറിലേക്ക് ആവും. മോട്ടറിൽ അടിച്ചാൽ മോട്ടറിൽ പണി കഴിയും. മോട്ടറിൽ പണി കഴിയും. പിന്നെ ആക്കി കച്ചവടം നമ്മൾ തന്നെ ചെയ്യുന്നത്. പിന്നെ ഈ മോട്ടർ നിങ്ങൾ ഞങ്ങൾക്ക് 200 രൂപ തരേണ്ടി വരും. കിട്ടിയാ? ആ നോക്ക് നോക്ക് നോക്കിട്ടാ. മീനൊക്കെ ചെറുതും വലുതൊക്കെ ഉണ്ട്. മീനൊക്കെ ഉണ്ട്. ഒരു കപ്പൂർ വെച്ചോ മതിയാ? ഒരു കപ്പൂർ വെച്ചാൽ മതി. ബുദ്ധിമുട്ടിക്കണ വേണ്ട. നിങ്ങൾ ബുദ്ധിമുട്ടിക്കണ വേണ്ട. അതെന്താ അങ്ങനെ നിങ്ങൾ വെയിറ്റിംഗ് വലിക്കല്ലേ. കിട്ടിയാ?
അതിൽ കണ്ടിട്ടാ ഇതിൽ മീനുണ്ടോ? അതിലൊക്കെ ഉണ്ട്. അപ്പൊ മീനും കൂടി പിടിച്ച് കയറ്റിയിട്ടുണ്ട് അല്ലേ? മീനൊക്കെ ബക്കറ്റിൽ കയറ്റിട്ടുണ്ട്. എന്നെ കാണാൻ വേണ്ടി വന്നായിക്കല്ലേ നമ്മുടെ ചെക്കന്മാര്. ഇവിടെ ആദ്യമായിട്ട് വരുമ്പോഴേ നമ്മളെല്ലാവരും കാണണ്ടേ? പക്ഷേ രണ്ടാമത്തോട്ടല്ലേ? ഓക്കെ, അമ്മയും മോളും കൂടി മീൻ പിടിച്ച് കളിക്കണം. അത് കളിക്കും പോയി നിറയെ മീൻ കേട്ടോ. ചെറുതും വലുതൊക്കെ ഉണ്ടാവും. ചെറുത് മണിക്കൂർ. ആ, അതിലൊരു മീനുണ്ട്. വമ്പൻ മീനുണ്ട്. ഇതിലൊരു വമ്പൻ മീൻ. അമ്മയ്ക്കും മകൾക്ക് ഒരു പണി വേണ്ടേ? വെറുതെ ഇരിക്കല്ലേ? ഈ കപ്പിലൊരു പരലുണ്ട്, എടുത്തോളൂ. ആ പരൽ, ഈ പരല്. ആ, എനിക്ക് പാടും മകനെ. പാടുമ്പോ നേരോളം പാടുമ്പോ നല്ല അവാർഡ് വാങ്ങാൻ പറ്റുള്ളൂ. ഏത് കൊല്ലം? ഏത് അവാർഡ് വാങ്ങണ്ടേ? ഏത് അവാർഡ്? ഓസ്കാറാ? മീനിന്റെ അവിടെ ശരി. കൈ വെള്ളം. എന്റെ കയ്യിൽ ഒരു തുള്ളി വെള്ളം. എന്നെ കളിച്ചു ചെറുത്ത കൈ. ആ, വലിയ മീൻ പിടിച്ചിട്ടുണ്ട്. നന്നായി എടുത്തോ. അപ്പൊ അങ്ങനെ വലിയ മീനെ പിടിച്ച് കയറ്റിയിട്ടുണ്ട്. അത് ചേച്ചിന്റെ കൈ കൊടുക്കൂ. ഈ വലിയ മീൻ നമുക്ക് ഡോൾഫിൻ. ഫോൺ എടുക്കൂ. ഫോൺ എടുക്കൂ. ആ നമ്പർ സേവ് ചെയ്യില്ല. 6000 കാലങ്ങളാണ് പിന്നെ വരാതെ. ഹലോ, ഊർവശി TF. എപ്പോഴാണ് നാടകം ബുക്കിംഗ്? കിട്ടിയില്ലോ ചോറാക്കാൻ. ഹലോ ഹലോ, 16-ാം തീയതി ഒഴിവില്ല. ഹലോ, ആരാണ്? മജീദ് കിണറിലാണ്. പറഞ്ഞോളൂ. വെള്ളം പോകാൻ സ്ഥലത്ത് ഒഴിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ എവിടെയാണ്? സൗണ്ട് കേട്ടാ വേഗം എടുക്കാൻ പറയും. അടിഭാഗം ചേർ എടുക്കണം. അടിവാരം ചേർ. അടിഭാഗം എന്ന് പറഞ്ഞ RCB. അതെ. മോൾ ഭാഗം എന്ന് പറഞ്ഞ മുംബൈ. എന്നിന്റെ കോച്ചാണ്. അത് വന്നിട്ട് ഒരു സാദൃശ്യം ഇല്ലല്ലോ. അല്ല, മലമാരുമാരുണ്ട്. മീനൊക്കെ ഉണ്ടാവും. നോക്കണം നമ്മളെ ജസ്റ്റ് എന്താ വടിയും കൊണ്ട് നോക്കിയില്ല. ഇതിൽ കണ്ണനുണ്ടാവും. കളത്തുംപൊടി കണ്ണൻ, ഡ്രൈവർ കണ്ണൻ. ഇതിലുണ്ടായാലും വായിക്കാം ഇല്ലേ? നമുക്ക് ജസ്റ്റ് നോക്കിയാൽ അറിയാം. അപ്പൊ ഈ ചേച്ചി ഇങ്ങനെ ഒളിഞ്ഞു നോക്കി ഒളിഞ്ഞിരിക്കില്ലേ? ഓ, എന്ന് വല്ല അടവ് വരെ വരണ്ട. കപ്പ് വെച്ച് പോയി. പണ്ട് ഗോൾഡൻ തവള പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മീൻ പിടിക്കുന്നത് ആദ്യമായിട്ടാണ്. അവിടെ
ഏത് പാത്രങ്ങള്? അല്ലെങ്കിൽ ഗോൾഡ് ഇല്ല, ഗോൾഡ് പാത്രം ഇല്ലാന്നറിയാം. എത്ര വർഷമായി ചേർന്നത് ചേച്ചി? കഴിഞ്ഞ വർഷം എടുത്തത് തന്നെയാണ്. കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം എത്ര ചേറുണ്ട് ഗോൾഡുണ്ടല്ലോ? എന്ത് ഇതിൽ നിന്ന് ഇടിഞ്ഞ് വീഴ നല്ല മഴയത്തെ ഇവിടെ കൊല്ലം കൊല്ലം എടുക്കാതെന്താ മുറ്റത്തെ മുല്ല? അതാണ് കൊല്ലം കൊല്ലം എടുക്കാം. ഇവിടെ കെട്ടിയിട്ടില്ലല്ലോ, അവിടുത്തെ മണ്ണൊക്കെ താഴേക്ക് ഇറങ്ങണത്. നല്ല മഴ പെയ്തു പറഞ്ഞാൽ നല്ല വെള്ളം ഉണ്ടാവുമല്ലോ, അതിലത്തെ മണ്ണൊക്കെ താഴേക്ക് ഇറങ്ങി. കുട്ടിന്റെ എന്തോ ഇതാണ്. കഴിഞ്ഞ പ്രാവശ്യമല്ലേ തോണ്ടിയത്? ദുബായ് അല്ല, അബുദാബിക്ക് പോയിരിക്കും. പൊട്ടോട് പോയാ അല്ലെങ്കിൽ മുട്ടും പോയാ കപ്പില്. കാണാനല്ലേ? ഓർമ്മയുണ്ട്. ഓ മണ്ണെടുത്താ ഉറവ് വീഴുന്നു. എന്നാ പോയിക്കോളൂ. കുളിക്കുന്നതാവും. ആ തിരക്കിഞ്ഞോടെ ഒന്ന് പൊക്കി വെക്കാം. അതെ അപ്പോഴാണ് പഠിച്ചു നോക്കി. എങ്ങനെ നമ്മുടെ ചെക്കന്മാരൊക്കെ ഉണ്ട് ചേച്ചി? എന്തെങ്കിലും പറയും. നല്ല അധ്വാനിക്കുന്നുണ്ട്. ശരി. ഇങ്ങനെ പണിക്കാർ ആദ്യമായിട്ട് കാണാനല്ലേ ചേച്ചി? കോമഡി പറയുന്ന ആള് വേണം ഇവിടെ അല്ലേ ചേച്ചി? ഇങ്ങനെ കോമഡി പറയുന്ന ആള് വേണം. പൊക്കി പൊക്കി ഉയരങ്ങളിലേക്ക് പ്രാർത്ഥിക്കുന്നത്. ആളെ മാറ്റുമ്പോണ്ടാ മതി. പിന്നെ പൊക്കി പൊക്കി പറഞ്ഞേ ആളെ മാറ്റിയാലോ ഉണ്ടാവും. ഞങ്ങള് ക്യാപ്റ്റൻ ഗെയ്ക്വാദാണിയുടെ നിയന്ത്രണം ധോണിയാണ്. അതാണ് ധോണി. തലൈ ധോണി. നമ്മൾ 3 നാൾ വന്നിട്ടില്ല. അല്ല ഇത്രയും ദിവസമെങ്കിലും ഈ ഇത്രയും താഴ്ചയിൽ വെള്ളം കിട്ടിയല്ലോ ഒരു ഭാഗത്ത്. ഈ മണ്ണെടുക്കുമ്പോൾ ഒന്നുകൂടി വെള്ളമാവും. ഇത് നിങ്ങൾക്ക് മോട്ടർ കെട്ടിയിറക്കോ ചെയ്യാം. കുറച്ച് തീരെ കാലത്ത് കെട്ടിയിറക്കിയാലേ. അതിലും മീനുണ്ടാവും. പുറത്ത് കൂട്ടാണ്. നീ മജിക്ക് വന്നിട്ട് നമുക്ക് വാങ്ങിക്കൊടുത്താൽ മതി. എന്തായാലും നമുക്ക് നമ്മുടെ വ്ളോഗർ തരും കഴിഞ്ഞിട്ട്. അതൊരു 1.5 കഴിഞ്ഞിട്ടായിരിക്കും. അതൊക്കെ തരാം. അയ്യേ ഞാൻ കാര്യട്ടാ. അവിടെ കാര്യമായിട്ടാണ്. അതിനൊരു മീനുണ്ട് കേട്ടോ മോനെ. കൊട്ടിയില്ല. അത് കേട്ടിട്ട് മതി ചേച്ചി വേണം നോക്കൂ. അത് ചേർന്ന് ഒന്ന് വളിക്കോട്
ഒന്ന് കൊട്ടി അവിടെയൊക്കെ അതിലൊരു മീനുണ്ട്. ഒരു വടിയും കൂടെ തോണ്ടി കൊടുക്കുന്നത്. ചേച്ചി നോക്കട്ടെ. നോക്കണം എന്താ അതാ ഒരു മീൻ ചാടി. അറിയാണ്ട് വന്ന് കയറിയില്ലേ? അതാ ഒരു മീൻ പുതിയാപ്പിളക്കൊര ബക്കറ്റും ചാടി അല്ലേ? ബക്കറ്റും ചാടി. ബക്കറ്റിൽ ഞാൻ അറിയണ്ടേ? അല്ല എപ്പോഴും ഈ ബക്കറ്റും ചാടി വയ്ക്കുക. ഇത് കോരിക്കോളൂ. അതിലേക്ക് കയറ്റി നോക്കൂ നന്നായി നോക്കൂ. വലുതാണ്, കുറച്ച് വലുതുണ്ട്. വെറുതെ ഇങ്ങനെ ആകും. അത് ചേട്ടന് അറിയാവേ. ഇനി ഉണ്ടെങ്കിൽ പറയണേ, സിനിമ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരെ. അടിഭാഗം കാണിച്ച ഗോൾഡിന് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. നമ്മുടെ മുകളിലേക്ക് നോക്കി രണ്ടാളും ചരിഞ്ഞു നോക്കി. കുറച്ച് വലുതുണ്ട്. വലിയ കുറച്ച് അവിടെ മാറ്റി കൊട്ടിക്കോ. മാറ്റി കൊട്ടിയോ മതി. വയ്ക്കട്ടെ? അത് പൊക്കിവിടും. ആ ഒറ്റേ പൊക്കി വിട്ടാ ഇതിങ്ങനെ വെള്ളം പോയി ഉറക്കി. വെള്ളം വന്നില്ലേ? ശരിക്കും ഓരോ കരിങ്കല്ലിനെ വെച്ചിട്ട് കരിങ്കല്ല എന്താ കല്ലുള്ളത് അതിന് ഗ്യാപ്പിൽ ഈ മണ്ണിട്ട് തന്നെ തൂർത്ത് മമ്മണി പോലെ ആക്കിയാൽ വേറെ എക്സ്ട്രാ പണിയും ചെയ്യില്ല. അതിന് ചെയ്താൽ മതി. ചേച്ചിക്ക് ഒരു വ്യായാമമായി ഇതിങ്ങനെ കല്ല് വെച്ചിട്ട് ശരിക്കും നിങ്ങൾ പറഞ്ഞ മീൻ കിട്ടിയില്ല. നിങ്ങൾ കേട്ടിനും തപ്പി കൊടുത്താൽ മതി. ഇതിന് വൈകുന്നേരം ആകുമ്പോഴേക്കും വെള്ളമാവും. അവിടെ അത് പൊക്കിയോളൂ. ആവട്ടെ മഞ്ഞപ്പാവട്ടെ ചിങ്കിച്ച മഞ്ഞക്കട ചിങ്കിച്ച. മോള് പഠിക്കില്ലേ? മോളെ എത്രയാണ്? നല്ല വെള്ളം കൊണ്ട് ഒഴിക്കോ എപ്പോഴാ വരിക? കുട്ടി? ഒരു കൂടെ വെള്ളം കൊണ്ടു രണ്ടോളം ചെക്കന്മാരെ കൈ കൊടുക്കും. ചെക്കന്മാരെ കൈ കുടിക്കും പറയാം. ഇത് കേട്ടോ ദേവി ഭഗവതി ഇവിടെ നോക്കാം. ഓക്കെ കേട്ടി എന്തെങ്കിലും പറയാനുള്ള താഴത്തുള്ള മുതലാളിത്ത് പറയും. ഞങ്ങൾ തൊഴിലാളിയാണ്. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. നിക്കണത് ഒപ്പാക്കിയാ ശരിയാവോ? പിന്നെ കടപ്പാറൊക്കെ വേണം. നല്ല ബലം പിടിച്ചതാണോ? ബലം കൂടി നന്നാക്കി കാണിച്ചിട്ടോ. നല്ല ബലമാണ്. എന്നാലും നിങ്ങൾക്ക് വെള്ളം കിട്ടും. ഇത് പിന്നെ ഡ്രില്ലിംഗ് മെഷീൻ ഇല്ലേ? ഡ്രില്ലിംഗ് മെഷീൻ പൊടിക്കണം. പിക്കാസോട് കിട്ടില്ല. പിന്നെ മൊത്തം മുകളിൽ മുതലേ ലേശം വീതിയാക്കി വെട്ടണത്. മുകളിൽ നിന്ന് എങ്ങനെ പിക്കാസിൽ കൊത്തുവച്ച് മുകളിൽ അടിപൊളി കൊടുത്താൽ പറ്റില്ല. അപ്പൊ അവര് എന്ത് ചെയ്യാൻ ചോദിക്കുക? മൊത്തം വീതി കൂട്ടി ആ മണ്ണൊക്കെ കുറവ് തന്നെ വെള്ളം കിട്ടുന്നു. അല്ല ഉറവ് വരുന്നില്ലേ? നല്ല വെള്ളം കൊണ്ട് കഴുകാം. ഓക്കെ
അവിടെ കിട്ടോ കോയ ഒന്നും കൂടി മന്തി കുറച്ചും കൂടി ഉറവ് കിട്ടും. ഇത് കഴുകി കഴിഞ്ഞാൽ നമുക്ക് അത് കാണാം. കഴുകി കഴിഞ്ഞാൽ ഇനി എന്തായിട്ട് അക്ഷയ് അത് ബലൂണ് ചേച്ചി അവിടെയൊക്കെ കൊത്തി കളിക്കാൻ പണിയാണ്. നല്ല പേരുണ്ട്. അത് കിണറിന്റെ ആൾക്കാരനെ ചെയ്യണം. അവർക്കാകുമ്പോൾ നേക്കറിയും. നമുക്ക് നേരത്തെ അറിയോ അങ്ങനെ പണിയുണ്ടോ? അല്ല അവിടെ ഇപ്പൊ ആ ഉറവ് വരുന്ന അവിടെ ഒന്നും കൂടി മാന്തിയാലേ നമുക്ക് വെള്ളം കിട്ടിയാൽ മതി. വെള്ളം കിട്ടാം. നിങ്ങൾ പണിയില്ല. ഈ മണ്ണ് കയറിയിട്ടാണ് നിങ്ങൾക്ക് വെള്ളം കിട്ടാറ്. ഇത്രയും ചേറ് കയറിയൊക്കെ അവിടെ വഴി ഇവിടെ എന്തായാലും ഒരു പടി കെട്ടിയില്ലെങ്കിലേ ഇനി അടുത്ത പ്രാവശ്യം ആകുമ്പോഴേക്കും ഒരു 10 കൊല്ലെങ്കിലും അത്ര ആവശ്യമുണ്ടോ? 10-12 കൊല്ലം ആവശ്യമുണ്ടാവും. ഇവിടെ കിണർ നവീകരിക്കാന്ന് ഫണ്ട് വരില്ല പഞ്ചായത്തിന്റെ. ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതൊന്നും ആവശ്യപ്പെടുന്നു. ഈ പറളി പഞ്ചായത്താണ് മങ്കരല്ലേ ഇത് പറളിപ്പെട്ടി. അവിടെ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. എഴുതി കൊടുത്ത് നോക്കുക. ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതുകൊണ്ട് ക്ലിയർ ആക്കാൻ പറ്റും. കിണർ കുഴിച്ചിട്ട് കെട്ടാനുള്ള നവീകരിക്കാനുള്ള പൈസ മാത്രം അങ്ങനെ ഉണ്ട്. കെട്ടാനുള്ളത് 14,000 ഉറുപ്പിക ബാക്കി നമ്മൾ നോക്കിയാൽ ഒന്ന് താത്തുകയും ചെയ്യാം കെട്ടുകയും ചെയ്യാം. അതെ അതെ. ഇത്രയും മണ്ണായിട്ട് ഇടയപ്പെട്ടുകൊണ്ടാണ് പ്രശ്നം. പിന്നെ നമ്മള് പൈപ്പ് തുറന്ന പോലെ വരില്ല. അതെന്തായാലും വരില്ലല്ലോ. കുറച്ച് നോക്കുമ്പോൾ വെള്ളമായില്ല. ഭർത്തമാർക്ക് എത്തി നോക്കാൻ പാടില്ല. മെയിനായിട്ട് നോക്കാൻ പാടുള്ളൂ. അക്ഷയ് അക്ഷയ് ഒരു കുറച്ചും കൂടി വെള്ളം ഒഴിക്കണോ? അതിൻ്റെ ഉള്ളിൽ തലമുണ്ടല്ല. എന്താണ് ക്ഷീണിച്ചാ? ആ ഒഴിച്ചോ. ഒന്ന് മേത്തോട് ഒഴിക്കണ. ആ ഒരു ബക്കറ്റ് വെള്ളം ഇങ്ങോട്ട് ഇറക്കി ചെറുപ്പം വെച്ചോളാം. മോളത്തെ കഴുകല്ല. മോളത്തെ കഴുകണ്ട. എടുത്തോ ഒന്നും ജസ്റ്റ് വെച്ചോളാം. അങ്ങനെയല്ല പറഞ്ഞല്ലോ നല്ലോണം കൂടെ കൈയ്യല്ലേ ചെറുവെള്ളത്തിൽ നല്ല ബക്കറ്റ് ഇങ്ങനെ ഇറക്കി തരും. പെരുന്നാളൊക്കെ എവിടെ എത്തി? പെരുന്നാള് പത്തിരിപ്പാല്. ആ അപ്പൊ വിളിക്കാം. ചേച്ചി വിളിക്കും. ചേച്ചി വിളിക്കാം. ശരി നിന്റെ ഫോൺ വിളിക്കാം. കിണറിന്റെ ആരെങ്കിലും കഴിക്കണം. വീട്ടിൽ പോയിട്ട് നോക്കി വിളിക്കായിരിക്കും. വെള്ളം കമ്മിയാ കഴിക്കാം അവിടെ. ഒരു കപ്പും കൂടെ എടുക്കേ. ഓയ് ആ
അപ്പൊ അല്ലേ നിൽക്കും എനിക്ക് വരെ കോള് വന്നു. ഇപ്പൊ നിൽക്കും ഹലോ ആരാണ് ഇതാരാ? ആ വാട്സാപ്പിന് വിളിക്ക്, പണിയിലാണ്. എന്താണ് പൈസ കൊടുത്തിട്ടുണ്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. പണിയിലാണോ? പണിയിലാണ് പറയും. ലോണ്ട് ആ ലോണ്ട് പേപ്പറിന് കൊടുത്തില്ല, പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല. അക്ബറ ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾ പുല്ല് പൊളിക്കാന്ന് ചോദിച്ചില്ലേ, അവിടേക്കാണ് ഊബറത്ത് കയറിയിട്ട് വിളിക്കാൻ. അക്ഷയ് പറയൂ. ആ അരിപ്പ ഇടോ? ഓ ആ അല്ല അക്ബറിനോട് ഞാൻ സംസാരിക്കാം. ഊരിയെടുത്ത വെള്ളയിലുണ്ട്, ഊരിയെടുത്ത വെള്ളയിലുണ്ട്, ഒഴിക്കാൻ പോണ വെള്ളയിലുണ്ട്. അപ്പൊ അതൊക്കെ ഒരു വെള്ളം മാറ്റേണ്ടി വരും. അതുണ്ട്. നല്ല വെള്ളം വേണം പറഞ്ഞു. കഴിക്കാം. അവിടെ ഞാൻ കിണറിലേക്ക് കൊണ്ട് എടുക്കാൻ പറഞ്ഞേ അപ്പൊ കച്ചത് കൊടുക്കാൻ സെൽഷ്യസ് കൊട്ടാൻ എടുക്കണ പോ. നിങ്ങൾക്കൊക്കെ ഈ കുഴി നിറയും, കുഴി നിറയും. കുഴിയൊക്കെ നിറയാനുള്ള നമുക്ക് പകുതി അര ടാങ്ക് വെള്ളം കിട്ടിയാൽ വെള്ളമാകുമ്പോൾ അത്യാവശ്യം കല്ലിപ്പൂട്ട് വെള്ളം കിട്ടും, അതാണ് ഗോൾഡിന്റെ ഗ്യാരണ്ടി. ചേച്ചി പരിപാടി സാറില്ലേ? ഓ പെരുന്നാള് പെരുന്നാളിന്റെ പരിപാടി പെരുന്നാളൊക്കെ ഇന്നലെ കഴിഞ്ഞു. ഇത് രണ്ടാം പെരുന്നാളാണ്. ചേച്ചി ഞാൻ ഇന്നലെ വരാൻ വേണ്ടി നിന്നോ, അപ്പോഴേക്കും 2-3 മാസത്തിൽ പോകാൻ തന്നു. അതെ ആ ഏട്ടൻ എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സാറാ ഓ നന്നായി. സൂപ്പറല്ലേ? ഓ ചെക്കന്മാരെയും പറയണം, ചെക്കന്മാരാൻ വന്നേറ്റി ഒന്നും പറയരുത്. ആ കുട്ടോളം നിറച്ച് വയ്ക്കും. ഇത് കയറ്റി കേക്കോട്ടെ. അതിന്റെ ചോട്ടിലെത്തി അല്ലേ കത്തിയും മുറിച്ചുതരാം. ഈ സാധനം കൊണ്ടുവരാം. ഇത് കൊണ്ടുവരാം. കത്തി തരാണെങ്കിലേ കഴിച്ച് കിട്ടും. അതിനെക്കാടി നല്ല ബലമുള്ള പല്ലാണ്. ജയ് ശക്തി, ജയ് ശിവ. ഹനുമാൻ
കുറച്ച് പിന്നെ 2 മണം കൂടി വെള്ളം അപ്പോൾ എടുക്കാം. കയറി വരും. ഇത് നിങ്ങൾ കാണാൻ പോകുന്നത് മുകളിൽ കയറ്റം. ഇതേവരെ നിങ്ങൾ കണ്ടത് ഇറക്കുവാണെങ്കിൽ ഇനി കാണാൻ പോകുന്നത് കയറ്റം. പോരെ നോക്കിയിടോ ഓക്കെ റെഡി. അതെ ഇതുപോലെ കയറുന്ന വല്ല ആളുകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞു നമ്മുടെ കിണറിൻ്റെ പണി 2 മണിക്കൂറിൻ്റെ 2-2.5 മണിക്കൂറിൻ്റെ പണിയായിട്ട് ചേർത്തു. അപ്പം നമ്മൾ 2.5 മണിക്കൂർ കൊണ്ട് ഇത്രയും ചേർ എടുത്തിട്ടുണ്ട് അല്ലേ? അതെ, നിർത്താതെ പണിയെടുത്താണ്. നിർത്താതെ പണിയത് നമ്മുടെ ചെക്കന്മാരാണ്, നല്ല സൂപ്പർ ചെക്കന്മാരാണ്. അപ്പോൾ പണി കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കപ്പിയൊക്കെ കഴിക്കണം അല്ലേ? കപ്പ കയറി കഴിക്കണ്ട ആദ്യം. ഇല്ല, നമ്മൾ കപ്പൊക്കെ അയച്ചിട്ട് വേണം. അയച്ചിട്ട് ഞാൻ ഒരാള് ഞാനായാലും മുതലാളി ഇല്ലെങ്കിൽ തൊഴിലാളി ഇല്ല. മുതലാളിൻ്റെ തൊഴിലാളി. അതൊന്ന് വെക്കാം സാറേ, അതൊന്ന് വെക്കാം. എവിടെ ആ സാധനം? അത് കിടക്കെ അതൊരു കുത്ര വെക്കാം. ഇവിടെ വെക്കാം. തെങ്ങും പട്ടൊക്കെ പോട്ടെ, അതിനൊക്കെ പോയി വേറെ ഒന്ന് വാങ്ങിയാൽ ഇപ്പോൾ കിണർ തോണ്ടി കഴിഞ്ഞ് ചളിയെടുത്തു വീണ്ടും പഴയമാരി ആക്കണം അല്ലേ? അലയൊക്കെ കെട്ടി വലയൊക്കെ ഇട്ട് കൊടുത്ത്. ഓ, അഴിച്ചത് എങ്ങനെയാണോ അതുപോലെ. ഇത് കോഴികളൊന്നും പെടാണ്ടിരിക്കാനേ. കോഴിയൊക്കെ പൊട്ടി കഴിഞ്ഞാൽ ഞാൻ വരേണ്ടി വരും. അതെ, കോഴികൾ പൂച്ച എങ്ങനെയും കയറി വരും. പൂച്ച എങ്ങനെയും കയറി വരും. അത് ചെറിയ കിണറാറുണ്ട്. കോഴി പെട്ട ചിലപ്പോൾ കയറി വരില്ല. ആ, പുതിയതൊന്നും വാങ്ങിയാൽ മതി.
ഇപ്പൊ ഈ വല വരൂല അല്ലേ മറ്റേ ഇത് കൊതുവലയാണ്. അതെ രാത്രി കൊതുക് നമ്മൾ കടന്നുറങ്ങുമ്പോ കൊതുക് വരാണ്ടിരിക്കാനുള്ള ഇതാണ് വലയാണത്. ഇതെല്ലാം ശരിക്കുള്ള വല. പ്ലാസ്റ്റിക്കിന്റെ അല്ലേ? ആ വല വേറെ ഷെയ്ഡിനെറ്റെങ്കിലും നല്ല വിഷയം. ഒരു ഷെയ്ഡിനെറ്റെങ്കിലേ വാങ്ങി കിട്ടിയാൽ മതി. ഇതിൽ നിൽക്കില്ല. കൊതുവല കൊതുക് വരാണ്ടിരിക്കാനുള്ള വലയാണ്. അപ്പൊ പരിപാടിയൊക്കെ സാറേ. അതെ അപ്പൊ സാറേ വരും. അതെ എങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടിയൊക്കെ സൂപ്പറായില്ലേ? പ്രതീക്ഷ എങ്ങനെയാണ് അപ്പോൾ കാര്യങ്ങൾ? പണി കഴിഞ്ഞു? പണിയൊക്കെ കഴിഞ്ഞു. ആ എങ്ങനെ ഉണ്ടായിരുന്നു? പണിയൊക്കെ സൂപ്പർ പണിയാണ്. അതെ 2-3 നാൾ വന്നിട്ട് അതെ കാര്യങ്ങളൊക്കെ 1.5 മണിക്കൂർ കൊണ്ട് പണി കഴിഞ്ഞു പോയി. 2.5 മണിക്കൂർ പോയി. അതെ 2.5 മണിക്കൂർ പിടിച്ചു. 2.5 മണിക്കൂർ അല്ലേ? നമ്മൾ ഇത്ര ചേറുണ്ടെന്ന് പ്രതീക്ഷിച്ചില്ല. ആ ശരി. എന്നാൽ നിർത്താണ്ട് പണിയെടുത്തത്. അതെ എവിടെ നമ്മുടെ അക്ബറണ്ണൻ എങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ? ഉഷാറല്ലേ? ആ നമ്മുടെ സ്വന്തം ഗോൾഡൻ അടിപൊളിയാക്കി ഉഷാറാക്കി കാര്യങ്ങൾ. അക്ഷയ് അവിടെ വിശ്രമത്തിലാണ്. അതേമാതിരി അതല്ലേ വെള്ളമില്ലാത്തതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കഴുകണ്ട, ആ പുറത്തുനിന്ന് കഴുകാണ്ടാണ്. ആ അവിടെ പോയിട്ട് ആ കുറച്ചേ പോയിട്ട് ഒന്ന് മുങ്ങാൻ വേണ്ട. കുളത്തിൽ പോയിട്ട് മുങ്ങാന്ന് പറഞ്ഞിട്ടാണ് അല്ലേ? പോയി മുങ്ങാൻ വേണ്ട. അപ്പൊ എന്താണ് വെള്ളം കുടിവെള്ളം ഇപ്പോൾ അവിടെയും കിട്ടാൻ വയ്യില്ല. അതെ ഇപ്പൊ വേനൽക്കാലിന്റെ ഇതല്ലേ, അതെ. നല്ല ചൂടാണ്. ചൂട് സമയത്ത് ഒക്കെ കിണർ മൊത്തം വെട്ടിക്കിടക്കണം. ജനങ്ങൾക്ക് വെള്ളം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ കിണറിൽ 2-3 ആൾക്കാർ പോയിട്ട് ഉള്ള ചേറ് മൊത്തം കയറ്റിയിട്ട് വെള്ളം വെറ്റിക്കാനുള്ള പരിപാടി. ഇനിയിപ്പോൾ അടുത്തത് എവിടെ? അടുത്തത് നീ കേരളശ്ശേരിയാണ്. കേരളശ്ശേരിയിലാണ്. അതിൽ 2 ഫോണുകൾ വന്നിട്ടുണ്ട്. നോക്കാം. അതെ അപ്പം ഇന്ന് റെസ്റ്റ് ഇല്ല. ഇനി റെസ്റ്റ് ഇല്ല. രാത്രിയായാലും എത്രയും പെട്ടെന്ന് അടുത്തുള്ളവർക്ക് വെള്ളം കൊടുക്കുക എന്നുള്ളതിലാണ്. അതാണ് അത്രയും പെട്ടെന്ന് നിങ്ങൾ വിളിക്കുമ്പോഴേക്കും ഓടി വരണം. അതെ ഫോൺ ചെയ്താൽ അവിടെ എത്തണം. അത്രയാണ്. ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. എന്താ കാര്യം പറഞ്ഞാൽ ഓടി എത്തണ്ടേ. അതെ രാത്രി 12 മണിയൊക്കെ പോയിട്ട് ഇറങ്ങും. രാത്രി ഇറങ്ങാറുണ്ട്? രാത്രി ഇറങ്ങുന്നുണ്ട്. ആ ശരി. ലൈറ്റൊക്കെ ഇട്ടിട്ട് പണിയെടുക്കും. അങ്ങനെയൊന്നും പേടിയില്ല. ഓക്കെ അപ്പോൾ വാട്ടർ ടാങ്ക് കഴുകാൻ ഇപ്പോൾ പറ്റില്ല. അതാ ഇപ്പോൾ കിണറിൻ്റെ സീസണാണ്. അതെ അപ്പോൾ പിന്നെ നമുക്ക് കിണർ ആദ്യം കുടിവെള്ളം അല്ല വാട്ടർ ടാങ്ക് കഴുകുന്നുണ്ട്. എന്താ കാര്യം പറഞ്ഞാൽ ഈ ചൂട് സമയത്ത് കഴുകാൻ പറ്റില്ല. രാവിലെ 5 മണിക്ക് അല്ലെങ്കിൽ 6 മണിക്ക് കഴുകണം. അപ്പോഴേ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ചൂട് സമയത്ത് ഇറങ്ങാൻ പറ്റില്ല. അതിനകത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ നോക്കേ എന്നാ റെഡി. അപ്പോൾ അങ്ങനെ പണി കഴിഞ്ഞു. അതെ അക്ബറണ്ണൻ ആൻഡ് ഗോൾഡൻ മജീദ്.